അവിടെ പെറുക്കിട്ടേൻ ആ പാവം കുട്ടി തല കുത്തി വീട്ടെ. എടി കള്ളി ഇറങ്ങി വാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ചളക്കും ഞാൻ. എന്നങ്ങോട്ട് കേറി വാടോ. ആഹാ എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. കേറണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എറിയും. അയ്യോ അത് ഡമ്മിയാടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആകെ കുളമായെന്നാ തോന്നുന്നേ. SI അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങാവേ. മതി ഇറങ്ങി വാ. എന്താ അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. എടി കാർത്തിയാനി, 10 or 100 വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ. കാർത്തിയാനി നീ തമാശകളാ. ദേ ഇങ്ങോട്ട് ചാട്. ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. അങ്ങനെ പിടിക്കോ? ചേട്ടാ അവൾ ഓടെടുത്തു. നീ പേടിക്കണ്ട, അത് ഡമ്മിയാടാ. എന്നാ ഇത് ആദ്യം പിടിക്കേ. അയ്യോ ഡമ്മിയല്ലടാ, ഒറിജിനലാ ഇത്. ഇത് നമ്മുടെ കൈ വിട്ട് പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ വലിഞ്ഞു. ഇതെങ്ങനെയാണ് നീ ഇതിന്റെ മുകളിൽ കയറിയത്? ഞാൻ കേറിയതല്ല. ഈ മത്തങ്ങത്തലയിൽ ഈ ചക്കര കൂടി എന്നെ പിടിച്ച് കയറ്റിയതാ. നീ അല്ലടാ 1000 ഉലുവ തന്നോണ്ട് മോളി കയറാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കുത്തിക്കേറ്റും ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ. ഇവക്ക് വട്ടാ. ആണോ? എന്നാ നമുക്ക് മുങ്ങാം. എടി കാറ്റേരി, നീ കൂടെ ഇറങ്ങി വാ. ഇറങ്ങി വരാൻ. എനിക്ക് താഴേക്ക് ചാടണം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇല്ല ഞാൻ ഇറങ്ങില്ല. പറയുന്ന കേൾക്ക് താഴോട്ട് ഇറങ്ങി വരാൻ. എ വണ്ടർഫുൾ പ്രോഗ്രാം. ഒരു എക്സ്ക്ലൂസീവ് ടെലികാസ്റ്റിന് പറ്റിയത്. താങ്ക് യു സർ. പക്ഷെ ഇതിനേക്കാൾ വണ്ടർഫുൾ ആയ മറ്റൊരു പ്രോഗ്രാം എനിക്ക് കിട്ടി. മിസ് മായ തയ്യാറാക്കിയത്. ഞാൻ തയ്യാറാക്കിയതോ? അല്ല, ഞാൻ തയ്യാറാക്കിയതാ. സാധനം ഡൈനാമിറ്റാ. അതിന്റെ ക്രെഡിറ്റ് മായയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. മായയുടെ ക്രെഡിറ്റ് എന്റെയും കൂടെ അല്ലേ. എന്നായാലും നമ്മൾ ഇവിടുത്തെ സ്റ്റാഫായി കഴിയേണ്ടവരല്ലേ. കണ്ടോടാ, ഞാൻ നേരിട്ട് കാണുന്നതിൽ സുന്ദരനല്ലേ? നോക്കി, നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല. ഇവളുണ്ടായതില്ലേ? എന്ത് പണ്ടാറ പ്രോഗ്രാം ഇവര് കവർ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു പക്ഷി 2 പക്ഷി. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി. കുളിച്ചു കയറിയല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പെരപ്പുറത്ത് കയറാൻ പറഞ്ഞു. ഇപ്പൊ പറയുന്നു കുളിച്ചു കയറാൻ. ചേട്ടാ, ഇതാ GM വാങ്ങാനോ പറഞ്ഞാലോ? ആ GM തെണ്ടിയോട് പോവാൻ പറ. എന്താന്നേ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. മായയും ബൈറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് അങ്ങനെയും മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് ഭാഗ്യം. അതിപ്പോ ഇവര് ഷൂട്ട് ചെയ്ത് കാണിക്കാതിരുന്ന പോരെ? യു ഷട്ടപ്പ്. താൻ എന്തിനാ ഇതൊക്കെ കൂട്ടുന്നത്? അതെങ്ങനെ? തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. സുബോധത്തോടെ ആയിരിക്കില്ലേ ചെയ്തത്. മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല പല തോന്നലുകളാ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു വിടും. സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട. പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്. ഇവിടെ കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടൊന്നല്ല ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. നിർത്തണോ? എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. താങ്ക് യു സർ. മാറിയകടി. എന്താടാ കളിക്കുക? അടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റി. വളരെ സൗകര്യമായി. അല്ലെങ്കിൽ എന്റെ മോന്തയുടെ ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഈ സ്ഥാപനം നിന്റെ തന്തയുടെ വകയാ. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. തന്തയ്ക്ക് പറഞ്ഞോ. പക്ഷെ എന്നെ ഒന്നും പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ ആ GM-ന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ. ആ GM എന്നെ മൂക്കി പിടിച്ച് വലിച്ചു കയറ്റോ? എടാ, ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ടു പോകും. 100 ചീനല് ഈ ഉശിരൊന്നും GM-ന്റെ മുമ്പിൽ കണ്ടില്ലല്ലോ. കാണിച്ചു തരാടാ. ആരടാ ഈ GM? ഇപ്പൊ ഇവിടുന്ന് ടൈം കെട്ടി ഇറങ്ങി പോയാൽ ആ ചെറ്റ കുറെ നാളെ അവന് 2 കൊടുക്കണം വിചാരിച്ചിട്ട് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം.
എന്താ എന്താണോ? എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയിലാവും. ആ പുതിയ ട്രെയിനികളുടെയും വൈറ്റിയുടെയും മുന്നിൽ വെച്ച് സാറ് അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ വിവേകമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാൻ ഞാൻ, എന്നെ രക്ഷിക്കണം. പോടോ, പോ, പോ, പോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊളംബോയിൽ സ്ഫോടനം. ജനറൽ അടക്കം നിരവധി പട്ടാള ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏതു തരത്തിലുള്ള പാകിസ്ഥാൻ ആക്രമണവും ചെറുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കരസേനാ മേധാവി. ദക്ഷിണാഫ്രിക്കയുമായുള്ള 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയല്ലേ നീ? പിന്നെ ഇത്ര നേരം അവിടെ ആയിരുന്നു? ഗിരിജേച്ചി നാളെ നാട്ടിൽ പോവാ. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കൂടെ പോണ്ടി വന്നു. ഓ, ഒരു ഗിരിജ. അവരുമായിട്ടുള്ള കൂട്ടത്ര നല്ലതിനല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ റൂംമേറ്റ് ആയി പോയില്ലേ? പറ്റിയൊരു റൂംമേറ്റ്. എനിക്കറിയാം. ദേഷ്യപ്പെടാനുള്ള കാരണം ഇതൊന്നുമല്ല. ആ പ്രോഗ്രാമിനെ പറ്റി ഓർത്തിട്ടല്ലേ? ജനാർദ്ദനോടുള്ള ദേഷ്യത്തിന്റെ പേരിലാ വൈറ്റിൽ അത് കവർ ചെയ്ത് GM-നെ കാണിച്ചത്. അല്ലാതെ എനിക്ക് ആ പ്രോഗ്രാമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനും ജനുവേട്ടനും കൂടാതെ പിന്നെ നിനക്ക് മാത്രമേ ഞങ്ങളെ പ്ലാനിങ്ങിനെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്താ കരുതേണ്ടത്? പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല സജി. ആ വൈറ്റിൽ എങ്ങനെയും മണത്തറിഞ്ഞതാവും. മണത്തറിയാൻ അയാളാരും പോലീസ് പട്ടിയോ? എന്നാ ഞാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതിക്കോ. അയ്യോ, അങ്ങനെയൊക്കെ പണി പോലെ തമാശ പറഞ്ഞല്ലേ. അവിടെ ഇരിക്കേ. അതൊന്നുമല്ല, സജി കാര്യമായിട്ട് പറഞ്ഞതാ. ശരി, എന്നാ പിണക്കം മാറ്റാൻ എന്താ സ്പെഷ്യൽ വേണ്ടത്? പറ. എന്ത് വേണേലും മെസ്സാജ് മേടിച്ചു തരാം. എനിക്കൊന്നും വേണ്ട. കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി EK നായനാർ. തിരുവനന്തപുരത്ത് കേര കർഷകർക്കായി സംഘടിപ്പിച്ച പ്രത്യേക സെമിനാറിൽ അധ്യക്ഷത വഹിച്ച് എന്താ നീ കാണിച്ചേ? ഒന്നുമില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത. പ്രശസ്ത ചിത്രകാരനും നാഷണൽ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിന്റെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന സൈമൺ സക്കറിയ അല്പം മുൻപ് ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ബാംഗ്ലൂരിലെ സൗത്ത് ഇന്ത്യ ആർട്സ് ഗാലറിയിൽ വൈകുന്നേരം 6 മണിക്ക് ചിത്രകലയെക്കുറിച്ചുള്ള ഒരു നാഷണൽ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അന്ത്യം. ശ്വാസതടസ്സം നേരിട്ട സൈമൺ സക്കറിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് ഞങ്ങളുടെ ബാംഗ്ലൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല ഹേമ, ഞാനിപ്പോ ഒന്നിലും അത്രയ്ക്ക് എൻഗേജഡ് അല്ല. ആകെ ഒരു മൂഡ് ഓഫ്. ക്ലബിന്റെ പ്രോഗ്രാംസ് എല്ലാം മിസ്സസ് മേനു വിളിച്ച് പറയാറുണ്ട്. അതെ, മായ ലീവിൽ തന്നെയാ. 1-2 ദിവസം കൂടി. റിലേറ്റീവ്സ് ഒക്കെ പോയി. ആനി ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ഞാൻ പോവാ ഹേമ, ഞാൻ പിന്നെ വിളിക്കാം. പോകണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ 1-2 കേസുള്ളത് കളയാൻ പറ്റില്ലല്ലോ. അവിടുത്തെ വാടക വീട് ഞാൻ വിട്ടുകൊടുത്തു. ചെലവെല്ലാം കൂടി എങ്ങനെ താങ്ങാനാ? തൽക്കാലം ഒരു ലോഡ്ജിലേക്ക് മാറിയിരിക്കുക. ലോഡ്ജിലേക്ക് ഏതായാലും ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇല്ലടി. അല്ലല്ല, ഞാൻ വരുന്നില്ല. ക്ഷണിച്ചില്ലല്ലോ ഞാൻ. ക്ഷണിച്ചാലും ഇല്ല. എന്തിനാ? രാത്രി കള്ളും കുടിച്ചൊന്ന് തല്ലുകൂടാനല്ലേ? വേണ്ട, ഇവിടെ അമ്മച്ചിയുടെ അനിയത്തിയുടെ കൂടെ പുറത്തോ. ഞാൻ ഇറങ്ങാം. പിന്നൊരു കാര്യം, പപ്പയോട് ഞാൻ നേരത്തെ പറഞ്ഞതാ. പപ്പ സമ്മതിച്ചതാ. പപ്പയുടെ ഓർമ്മയ്ക്ക് 1-2 ചിത്രങ്ങൾ ഞാൻ കൊണ്ടുപോവാ. കേട്ടോടാ? എത്ര ഉണ്ട്? എണ്ണി നോക്കിയില്ല, 10 കാണും. എന്തിനാ വക്കീല ഇതെല്ലാം കൂടി കൊണ്ടുപോകണം? അവിടുത്തെ 1-2 ബാറുകാർ ചോദിച്ചിട്ടുണ്ട്. കടം കുറച്ച് വീട്ടാനുണ്ട്. ഇത് കൊടുത്താൽ 1-2 പറഞ്ഞ് മുഴുവൻ കൊണ്ടുപോകണോ? ഇവിടെ ഇരുന്നിട്ട് എന്താ, വെറുതെ ചിതലരിച്ചു പോയില്ലേ? എനിക്കാവുമ്പോ അതൊരു ഉപകാരവും. വിറ്റ് കള്ളു കുടിക്കാനല്ലേ? ആണെങ്കിൽ ആണെന്ന് വെച്ചോ. ഇത് ഇവിടെ വെച്ച സൈമൺ സക്കയുടെ പെയിന്റുകള് കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലത്തിന് ആള് വരുമോ? സമ്മതിക്കില്ല. കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകുന്നേ കൊണ്ടുപോട്ടടി. നിനക്കെന്താ എത്ര വാശി? പപ്പയുടെ ഓർമ്മയ്ക്കായി. ഓ, ഇനി വരയും കുറിയും കണ്ടാലേ നിന്റെ പപ്പയെ ഓർമ്മ വരുള്ളൂ. സ്റ്റീഫൻ ഇതൊരു ഉപകാരമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഇവിടെ സ്ഥലം ഒഴിഞ്ഞു കിട്ടുമല്ലോ. വിറ്റ് തൊലയ്ക്കാനാ ഇതൊക്കെ. നിന്റെ പപ്പ പിന്നെ ഇത് വരച്ചുണ്ടാക്കി എന്തിനാ? വിൽക്കാനല്ലേ? അമ്മേ, ഇതില്ലാഞ്ഞ് എനിക്കൊരു ശാപം വേണ്ട.
വണ്ടി എടുക്കാം. അങ്ങനെ മുഴുവൻ പെയിന്റിങ്സ് എടുത്തുകൊണ്ട് പോകാൻ എന്തിനാ സമ്മതിച്ചത്? ആരാ പറയാൻ? കുറെ ശ്രമിച്ചു നോക്കി ഞാൻ തടുക്കാൻ. ആനി ചേച്ചി പിന്നെ ചേട്ടന്റെ മുന്നിൽ ഒന്നും പറയില്ലെന്ന് മനസ്സിലാക്കാം. മമ്മി പോലും അങ്ങേരുടെ സൈഡായിരുന്നു. ഒരാൺതുണയില്ലാത്ത വീടായി അത്. ഉള്ള ആളിങ്ങനെ. റോബിച്ചായി വന്നിരുന്നെങ്കിൽ. അറിയിച്ചില്ലേ റോബിച്ചായന്? ബറോഡയിൽ വിളിച്ചു. അവിടെ ഇല്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തന്റെ റോബിച്ചായനെ എനിക്കറിയാമായിരുന്നെങ്കിൽ എവിടെയാണെങ്കിലും അന്വേഷിച്ച് കൊണ്ടുവരുമായിരുന്നു ഞാൻ. ഒരു കുടുംബം അനാഥമാവെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാവും. ഇങ്ങനെ വിഷമിച്ചാലോ? ഞാനില്ലേ നിനക്ക്? ഈ ദുഃഖത്തിനിടയില് എങ്ങനെയാ ഇതൊന്ന് പറയാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ വീടിന്റെ ആധാരം ഇപ്പൊ എന്റെ കയ്യിലാ. കുറേശ്ശെയായിട്ട് വാങ്ങിയതെങ്കിലും ഇപ്പൊ അതൊരു വലിയ തുകയായിട്ടുണ്ട്. സക്രിയ സാറ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാ? 4.5 4.5 ലക്ഷം രൂപ. അത് മുതല്, പിന്നെ പലിശ വേറെ. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാ ഞങ്ങൾ എന്താ ചെയ്യാ? ഇന്ന് ഉടനെ വേണമെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണമെന്നാ. നിങ്ങളാ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടത്. ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കണം, ഞാൻ പിന്നെ വരാം. ഇച്ചായനിരിക്കും. എന്തിനാ അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അത് ശരി, എനിക്ക് പറയാനുള്ളത് പറയാതെ പോകാൻ പറ്റും. എന്താണേലും ഒന്ന് പതുക്കെ പറ. നമ്മുടെ വീട്ടുകാരും വെറുതെ എന്തിനാ എല്ലാരും അറിയിക്കുന്നേ? ഇനി ഇതിപ്പോ എല്ലാരും അറിയും. കുറച്ചാണോ? 1.5 ലക്ഷമാണ് ബ്ലേഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ആ ബ്ലേഡ് പണിന്റെ സ്വഭാവം നിനക്കറിയാലോ. വീട്ടുവാതിൽക്ക് വന്ന് ഇതിനേക്കാൾ ഉച്ചത്തിൽ അയാൾ സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടിയാ കാശെടുത്തത്, നിന്റെ സീരിയലിനും പുണ്ണാക്കിനൊക്കെ വേണ്ടി. കുറച്ച് പൈസ ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ ഒരു ജോലി ഉള്ളതുകൊണ്ട് ആ ബ്ലേഡുകാരന് അവധി തന്നേക്കും. നീ അയാളോടൊന്ന് സംസാരിക്കേ. നിന്റെ ജോലിക്കാര്യം പറഞ്ഞിട്ടാ നീ അയാളോട് അവധി വാങ്ങേണ്ടത്. അല്ല, സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര രൂപ കാണും? അത് ഒരു അത് എത്രയായാലും കൊണ്ടു ചെന്ന് അയാളുടെ കൊടുക്ക്. എന്നിട്ടൊരു അവധിയും പറ. അപ്പച്ചൻ കൊടുത്ത ചെക്ക് അയാൾ പ്രസന്റ് ചെയ്താൽ ആകെ കുഴപ്പമാ. പിന്നെ കേസും കോടതി എന്നും പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. മായ വല്ലാണ്ട് അപ്സെറ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ നമുക്കൊന്ന് പുറത്തു പോവാന്ന്. എന്താ പ്രോബ്ലം? എന്താന്ന് പറയൂ. വേറൊരാളോട് പറഞ്ഞാ മനസ്സിന്റെ ഭാരം അല്പം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. എനിക്കിപ്പോ ഈ ജോലി അത്യാവശ്യ. അതെന്താ മായ അങ്ങനെ പറഞ്ഞത്? വീട്ടില് പ്രശ്നങ്ങളില്ലെങ്കിലും ജോലി അത്യാവശ്യമല്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മള് പെണ്ണുങ്ങൾ പഠിക്കണം. നല്ല രക്ഷയുള്ളൂ. സജിയോട് ഇക്കാര്യം പറയണമെന്ന് വെച്ച് ചെന്നു ഞാൻ. മാത്തച്ഛൻ വന്ന നേരായിരുന്നു അത്. മനസ്സിലാക്കിയെടുത്തോളം എന്റെ അത്ര തന്നെ പ്രശ്നങ്ങളുണ്ട് അവനും. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. സജി സജി സജി. മായേ, ഇപ്പോഴത്തെ അവസ്ഥയില് മായക്ക് തോന്നുന്നുണ്ടോ വലിയൊരു ഭാരം അയാളെടുത്ത് തലയിൽ വെക്കുന്ന? അവനവന്റെ പ്രശ്നങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കുമ്പോ ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുക്കാൻ ആരാ റെഡിയാവാ? എത്ര ഇഷ്ടമുണ്ടെങ്കിലും. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇതിലിപ്പോ എന്താ എത്ര അറിയാൻ? അറിയാൻ ഒന്നേ ഉള്ളൂ, ജോലി വേണം. അതിന് വേണ്ട എന്താച്ചാ ചെയ്യണം, അത്ര തന്നെ. അതിന് ഇനി സജിക്ക് അത് തോന്നുവോ ഇത് തോന്നുവോ എന്ന് വിചാരിച്ചിരുന്ന കഷ്ടപ്പെടാൻ പോണത് മായന്യ. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. ഐ ബിൻ ഗോയിങ് ത്രൂ ദ റിപ്പോർട്ട്സ് ഓൺ യു. സൈമൺ സക്കരയുടെ മകൾ എന്ന നിലയ്ക്ക് ഈ ജോലി മായയ്ക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ആഗ്രഹം മാത്രം പോരല്ലോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സ്ട്രോങ് റീസൺസ് വേണം. വെറും ആവറേജ് പ്രോഗ്രാം പോരാ. ഞാൻ ചെയ്യാം സർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ്.
മായക്ക് ഈ കൂട്ടരെ ഹാൻഡിൽ ചെയ്ത് വലിയ ശീലം ഉണ്ടാവില്ല. എനിക്കാവുമ്പോ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ? അല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഞാൻ ധാരാളം ചേരികൾ കവർ ചെയ്തിട്ടുണ്ട്. വൈറ്റിലയുടെ ആംഗിൾ അല്ല ഞാൻ ഈ ഫീച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല. ചേരിയുടെ കണ്ടീഷൻസ് ഇൻ ജനറൽ, അവരുടെ പ്രശ്നങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ. ഇതെന്താ അവാർഡ് പടം എടുക്കാൻ പോവാണോ? മായ സെൻസേഷൻ ഉണ്ടാക്കണം, പിന്നെ കോൺട്രവേഴ്സി, വിവാദങ്ങൾ. എന്നാലേ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടത്തെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അത് ഹൈലൈറ്റ് ചെയ്യല്ല നമ്മുടെ ഉദ്ദേശം. ചേരിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അതും കൂടി വരുമെന്ന് മാത്രം. ഇപ്പോ ഞാൻ പറയുന്നത് ഒന്ന് എടുത്തു തരൂ പ്ലീസ്. ഇതെന്താ മായ ഇത്? നമ്മൾ തമ്മിൽ ഈ പ്ലീസിന്റെ വല്ല കാര്യമുണ്ടോ? മായക്ക് വേണ്ടി എന്തും ഞാൻ കവർ ചെയ്യും. സ്റ്റാർട്ട് ക്യാമറ. ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും. ആ ഭാഗത്തുണ്ടാവും. എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കൂടെ ജസ്റ്റ് വരാം. വൈറ്റിലേക്കല്ലേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ്. കുട്ടികളൊക്കെ അവിടെ നിന്നാ മതി. അടൽസൊള്ളി ഒന്ന് ചോദിച്ചോട്ടെ? എന്താ? ചേച്ചി അനാശാസ്യം തുടങ്ങിയിട്ട് എത്ര നാളായി? അനാവശ്യമോ? അനാവശ്യമല്ല, അനാശാസ്യം. എന്നുവെച്ചാ? എന്നുവെച്ചാ എന്താ ചേച്ചി കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. ലൊക്കേഷൻ ചേഞ്ച്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്റർവ്യൂ ഇവരുടെ സമ്മതത്തോടെ നടക്കുമെന്ന് തോന്നുന്നില്ല. വഴിയുണ്ട്. അതെ, ഇവിടെ ഉള്ള സ്ത്രീകളുടെ എല്ലാം സൈലന്റ് ഷോട്ട്സ് എടുക്കാം. അവരുടെ പിക്ചറിന്റെ പുറത്ത് എന്റെ ഒരു കമന്ററി ഓവർലാപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട്? അത് വേണ്ട വൈറ്റില. നല്ലൊരു ഫീച്ചറിന് വേണ്ടിയുള്ള മാറ്റർ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് പോരമായേ. നമ്മുടെ പ്രോഗ്രാം ലൈഫ് ഇൻ ചേരിയായ ഒറ്റ കുഞ്ഞിന് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ ടൈറ്റിൽ എന്തായിരിക്കണം അറിയോ? സെക്സ് ഇൻ ചേരി. ഇതങ്ങോട്ട് പിടിച്ചേ. റെഡി ആയിക്കോ, റെഡി ആയിക്കോ. കമോൺ, റെഡി അല്ലേ? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. നഗരത്തിലെ പല മാന്യന്മാർക്കും പരിചയമുള്ള മുഖങ്ങളാണിവ. പണക്കാരെയും ഇവരെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കണ്ണികളാണ് ബ്രോക്കർമാർ അഥവാ ഏജന്റുമാർ. വളരെ ശരിയാ, ഞങ്ങളാ ഏജന്റുമാർ. ഞങ്ങളെ കൂടെ ഇന്റർവ്യൂ എടുക്ക്. വെരി ഗുഡ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും മിൽക്ക്. കവർ ചെയ്തോ, കവർ ചെയ്തോ. ആട്ടെ, ചേട്ടൻ എന്തിനാ ഈ തൊഴിലിനിറങ്ങിയത്? നിന്റെ തന്ത പറഞ്ഞിട്ട്. ചോദിക്കേ, അടുത്ത ചോദ്യം ചോദിക്കേ. ചോദിക്കടാ. എനിക്കൊന്നും ചോദിക്കാനില്ല. ചോദിക്കടാ. അയ്യോ, സത്യമായിട്ടൊന്നും ചോദിക്കാനില്ല. ഞാനിങ്ങനെ പറഞ്ഞേ. ചോദിക്കടാ. അതല്ല, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ നിന്നെ ഇവിടുന്ന് വിടൂ. ഇനി ഇവിടെ നിന്ന് പ്രശ്നം നമുക്ക് പതുക്കെ രക്ഷപ്പെടാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തന ശൈലി? അതോ, ആദ്യം ഞങ്ങളോട് ഉടക്കാൻ വരുന്നവനോട് ഇങ്ങനെ പെടലിൽ കയറി പിടിക്കും. Oh!